ഹായ് ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടറ്റു മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ക്രിയ എന്ന് പറയാം. ക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തരംതിരിക്കലാണ് പഠിക്കുന്നത്. ക്രിയയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പൂർണ്ണക്രിയയും രണ്ട് അപൂർണക്രിയയും. പൂർണ്ണക്രിയയ്ക്ക് പറയുന്ന പേരാണ് മുറ്റുവിന. അപൂർണക്രിയയ്ക്ക് പറയുന്ന പേരാണ് പറ്റുവിന. പൂർണ്ണക്രിയയ്ക്ക് ഉദാഹരണമാണ് ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, നടക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. പറ്റുവിന എന്ന് പറഞ്ഞാൽ അപൂർണക്രിയ. ഓടുന്ന, കളിക്കുന്ന, ചാടുന്ന അങ്ങനെയൊക്കെ പറയുന്നതാണ് പറ്റുവിന അപൂർണക്രിയ. ഓക്കെ, അപ്പോൾ ക്രിയയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഒരെണ്ണം പൂർണ്ണക്രിയയും രണ്ട് അപൂർണക്രിയയും. പൂർണ്ണക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മുറ്റുവിന. അപൂർണക്രിയയ്ക്ക് പറയുന്ന പേരാണ് പറ്റുവിന. ഓക്കെ, ഇനി പറ്റുവിനയെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. പറ്റുവിന അതായത് അപൂർണക്രിയ. അപൂർണക്രിയയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് പേരച്ചം, രണ്ട് വിനയച്ചം. എന്താണ് പേരച്ചം, എന്താണ് വിനയച്ചം? ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാവും. പേരച്ചം എഴുതുക, വിനയച്ചം. ഇതിലെ തന്നിരിക്കുന്ന വാക്കുകളിൽ ഏതാണ് പേരച്ചം, ഏതാണ് വിനയച്ചം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. പേരച്ചം നല്ല എളുപ്പമാണ് പഠിക്കാൻ. പേരച്ചം എന്ന് പറഞ്ഞാൽ പേര് എന്നാലോചിച്ചാൽ മതി. അതായത് അപൂർണക്രിയയുടെ കൂടെ പേര് ചേർന്ന് വന്നാൽ, അതായത് നാമം ചേർന്ന് വന്നാൽ നമുക്കതിനെ പേരച്ചം എന്ന് പറയാം. ഉദാഹരണം ഓടുന്ന വണ്ടി. ഓടുന്ന വണ്ടി, വണ്ടി എന്ന് പറയുന്ന നാമം ഓടുന്ന എന്ന അപൂർണക്രിയയുടെ കൂടെ ചേർന്ന് വന്നു. അപ്പോൾ നമുക്കതിനെ പേരച്ചം എന്ന് വിളിക്കാം. വളരുന്ന ചെടി, ചാടുന്ന പൂച്ച. അപ്പോൾ അപൂർണക്രിയയുടെ കൂടെ പേര് നാമം ചേർന്ന് വന്നാൽ നമുക്കതിനെ പേരച്ചം എന്ന് വിളിക്കാം. ഇനി എന്താണ് വിനയച്ചം? അതായത് അപൂർണക്രിയയുടെ കൂടെ മറ്റൊരു ക്രിയ ചേർന്ന് വന്നാൽ അതിനെ നമുക്ക് വിനയച്ചം എന്ന് വിളിക്കാം. അപൂർണക്രിയയുടെ കൂടെ മറ്റൊരു ക്രിയ ചേർന്ന് വന്നാൽ അതിനെ നമുക്ക് വിനയച്ചം എന്ന് വിളിക്കാം. പറ്റുവിനയുടെ കൂടെ, അപൂർണക്രിയ എന്ന് പറഞ്ഞാൽ പറ്റുവിനയാണല്ലോ. അപ്പോൾ പറ്റുവിനയുടെ കൂടെ മറ്റൊരു ക്രിയ ചേർന്ന് വന്നു. പോയി പറഞ്ഞു. പോയി എന്ന് പറയുന്ന അപൂർണക്രിയയുടെ കൂടെ ഒരു പൂർണ്ണക്രിയ ചേർന്നു. പോയി പറഞ്ഞു. ഉറങ്ങാൻ കിടന്നു. ഉദാഹരണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ക്രിയയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പൂർണ്ണക്രിയയും രണ്ട് അപൂർണക്രിയയും. പൂർണ്ണക്രിയയ്ക്ക് മുറ്റുവിന എന്നും അപൂർണക്രിയയ്ക്ക് പറ്റുവിന എന്നും പറയുന്നു. അപൂർണക്രിയയെ അതായത് പറ്റുവിനയെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. പേരച്ചവും വിനയച്ചവും. എന്താണ് പേരച്ചം? അതായത് അപൂർണക്രിയയുടെ കൂടെ നാമം ചേർന്ന് വന്നാൽ അത് പേരച്ചം. അപൂർണക്രിയയുടെ കൂടെ ക്രിയ ചേർന്ന് വന്നാൽ അത് വിനയച്ചം. താങ്ക് യു.